പരിശുദ്ധ ലയോ 14 പാപ്പായുമായിട്ട് വ്യക്തിപരമായ ഒരു കൂടിക്കാഴ്ച ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു. എനിക്ക് അത് സാധിച്ചത് നമ്മുടെ അഭിമാനമായ കർദിനാൾ ജോർജ് കുവക്കാട്ട് പിതാവിൻ്റെ സ്ഥാനിക ദേവാലയമായ വിശുദ്ധ അന്തോനീസിൻ്റെ ദേവാലയം, റോമിലെ ആപ്പിയ അന്തീക്കായിലുള്ള വിശുദ്ധ അന്തോനീസിൻ്റെ ദേവാലയത്തിൻ്റെ സ്ഥാനമേറ്റെടുക്കൽ ചടങ്ങിനായിട്ട് പോകാനായിട്ടിടയായപ്പോഴാണ്. അത് ജൂൺ 13 ആയിരുന്നു. അതിനായിട്ട് റോമിൽ ചെന്നപ്പോൾ പരിശുദ്ധപിതാവിനെ കാണാൻ വലിയ ആഗ്രഹം. അപ്പോൾ കർദിനാൾ കുവക്കാട്ട് പിതാവിനോടത് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ജൂൺ 12 രാവിലെ 10 മണിക്ക് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഒപ്പം 15 പേരടങ്ങുന്ന ഒരു സംഘത്തിന് പരിശുദ്ധ പിതാവ് ഇപ്രകാരം ഒരു വ്യക്തിപരമായ കൂടിക്കാഴ്ച അനുവദിച്ചു എന്നറിയിക്കുകയുണ്ടായി. വലിയ സന്തോഷത്തോടു കൂടി അവിടെ എത്തി. അപ്പസ്തോലിക കൊട്ടാരത്തിൽ പരിശുദ്ധ പിതാവിൻ്റെ ഓഫീസ് മുറിക്ക് തൊട്ടടുത്തുള്ള കൂടിക്കാഴ്ചയ്ക്കുള്ള മുറിയിൽ വെച്ചായിരുന്നു ഞങ്ങളെല്ലാവരെയും കണ്ടത്. കുവക്കാട്ട് പിതാവിൻ്റെ മാതാപിതാക്കളോട് പ്രത്യേകമായൊരു സ്നേഹം പരിശുദ്ധ പിതാവ് പ്രകടിപ്പിച്ചു. എല്ലാവരോടും വർത്തമാനമൊക്കെ പറഞ്ഞു, എല്ലാവരോടും വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു. എൻ്റെ ഊഴമായപ്പോൾ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പേരിൽ ഇവിടുത്തെ 4 ലക്ഷത്തോളം വിശ്വാസികളുടെയും 505 വൈദികരുടെയും 2000-ഓളം വരുന്ന സന്യസ്തരുടെയും എല്ലാം പേരിലുള്ള ആശംസകളും പ്രാർത്ഥനകളുമെല്ലാം ഞാൻ അറിയിക്കുകയുണ്ടായി. നമ്മുടെ അതിരൂപതയെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അടുത്ത വർഷം നമുക്ക് ലഭിക്കുന്ന 15 പുത്തൻ അച്ഛന്മാരെക്കുറിച്ച്, ദൈവവിളിയുടെ സമൃദ്ധിയെക്കുറിച്ചൊക്കെ സംസാരിക്കണം. വലിയ സന്തോഷത്തോടുകൂടി പരിശുദ്ധ പിതാവ് അതെല്ലാം കേട്ട് നിൽക്കുകയും നമ്മളെ എല്ലാ തരത്തിലും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ജേക്കബ് കുരോത്തച്ഛൻ രചിച്ച വിശുദ്ധ തോമാസ് ലീഹായുടെ മനോഹരമായൊരു ഐക്കൺ അതിരൂപതയുടെ ഉപഹാരമായിട്ട് ഞാൻ സമർപ്പിച്ചു. പരിശുദ്ധ പിതാവ് വളരെ സന്തോഷത്തോടെ അത് സ്വീകരിച്ചു. അതോടൊപ്പം നമ്മുടെ പ്രിയ സഹോദരൻ തോമസ് വയല, അദ്ദേഹം നിർമ്മിച്ച ഒരു ശില്പം, അത് കുമ്പിൾത്തടിയിൽ നിർമ്മിച്ച കേരളത്തിൻ്റെ ഒരു രൂപം, അതോടൊപ്പം നമ്മുടെ കേരളത്തിൽ നിന്നുള്ള വിശുദ്ധരുടെ രൂപങ്ങൾ, മാർ തോമാസ് ലീവ, തോമാസ് ലീഹ, ഇവരുടെ എല്ലാം രൂപങ്ങൾ, ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ടുള്ള മനോഹരമായൊരു ശില്പം സമ്മാനിച്ചു. വളരെ കൗതുകത്തോടുകൂടി പരിശുദ്ധ പിതാവ് ഓരോന്നും നോക്കി വിശുദ്ധ എവുപ്രാസിയായുടെ പേര് പറഞ്ഞപ്പോൾ, ഞങ്ങളുടെ അവിടെയും എവുപ്രാസിയായുടെ ഒരു പള്ളിയുണ്ട് എന്ന് പരിശുദ്ധ പിതാവ് പറയുകയുണ്ടായി. അങ്ങനെ വളരെ സന്തോഷകരമായൊരു കൂടിക്കാഴ്ചയായിരുന്നു. അതിനുശേഷം ഓരോരുത്തരോടും ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കാനും എല്ലാവരോടും സ്നേഹം പങ്കുവയ്ക്കാനും പരിശുദ്ധ പിതാവ് സമയം എടുത്തു എന്നുള്ളത് നന്ദിയോടുകൂടി ഓർക്കുകയാണ്. പരിശുദ്ധ പിതാവ് വളരെ തിരക്കു പിടിച്ച ഒരു ദിവസമായിരുന്നു അന്ന്. അത് കഴിഞ്ഞാലുടനെ തന്നെ റോമിലെ വൈദികരെ കാണുകയായിരുന്നു. ഏതാണ്ട് അവരോടൊപ്പവും അദ്ദേഹം ഏതാണ്ട് 1 മണിക്കൂറിലധികം ചെലവഴിച്ചു. അതിനുശേഷം ലെബനോനിലെ പ്രസിഡൻറ്റ് അദ്ദേഹത്തെ കാണാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. വലിയ തിരക്ക് പിടിച്ച ദിവസത്തിലും ഞങ്ങളൊരു കൊച്ചു സമൂഹം അവിടെ ചെന്നപ്പോൾ ഞങ്ങളെല്ലാവരെയും കാണുവാനായിട്ട് ഔദാര്യം കാണിച്ചു പരിശുദ്ധ പിതാവ്. അഭിമന്യ കുവക്കാട്ട് പിതാവിനോടുള്ള വലിയ സ്നേഹവും കരുതലുമൊക്കെ ആയിരുന്നു അതിൻ്റെ പിന്നിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ കൂടിക്കാഴ്ചയ്ക്ക് തൊട്ട് മുമ്പ് അഭിമന്യ ജോർജ് കുവക്കാട്ട് പിതാവിനെ മുറിയിലേക്ക് വിളിച്ചു വരുത്തി ഔദ്യോഗിക കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതും കണ്ടു. കുവക്കാട്ട് പിതാവാണല്ലോ മതാന്തര സംവാദത്തിന് വേണ്ടിയിട്ടുള്ള വത്തിക്കാൻ ഡിക്കാസ്ട്രിയുടെ തലവൻ. അപ്പോൾ ആ രീതിയിൽ സാർവത്രിക സഭയിൽ വലിയ ഒരു ശുശ്രൂഷ ചെയ്യുന്ന അഭിമന്യ പിതാവുമായിട്ട് ഔദ്യോഗിക കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തതിന് ശേഷമാണ് ഞങ്ങളെ അദ്ദേഹം സ്വീകരിച്ചത്. പരിശുദ്ധ പിതാവിൻ്റെ അടുത്തെത്തുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ഈ കാലഘട്ടത്തിൽ, ഈ ജൂബിലി വർഷത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, വത്തിക്കാൻ നിറയെ തീർത്ഥാടകരാണ്. റോമിൻ്റെ ഒരു വലിയ പ്രാധാന്യം, പ്രത്യേകിച്ച് വത്തിക്കാൻ്റെ ഒരു പ്രാധാന്യം, പരിശുദ്ധ പിതാവിൻ്റെ ഒരു പ്രാധാന്യം, പരിശുദ്ധ പിതാവിനെ കാണുവാൻ, അദ്ദേഹത്തിൻ്റെ കുർബാന മിക്കവാറും ഇപ്പോൾ എല്ലാ ആഴ്ചയിലും വ്യത്യസ്ത ഗ്രൂപ്പുകൾക്ക് വേണ്ടിയിട്ടുണ്ട്, കുർബാനകളിൽ പങ്കെടുക്കാൻ ഒക്കെയുള്ള വലിയൊരു ജനസഞ്ചയമാണ് അവിടെ. ഏതാണ്ട് 3 കോടിയോളം പേര് ഈ വർഷം അവിടെ എത്തുമെന്നാണ് അവരുടെ കണക്ക്. അത് കുരിശുമൊക്കെ ഏന്തി ഗ്രൂപ്പുകളായിട്ട് വന്ന് നമ്മുടെ വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഒക്കെയുള്ള തീർത്ഥാടകരുണ്ട്, ഇന്ത്യക്കാരും ഒക്കെ ഉണ്ട്. അവരിങ്ങനെ കുരിശുമൊക്കെ പിടിച്ച് വിശുദ്ധ കവാടം കടക്കാനായിട്ട് പ്രാർത്ഥനാപൂർവ്വം വരുന്നത് കാണാനുണ്ട്. അവർക്കായിട്ട് പ്രത്യേകമായൊരു വീഥി തന്നെ അവർ ക്രമീകരിച്ചിട്ടുണ്ട്. വിശുദ്ധ കവാടം കടക്കാൻ സെൻറ്റ് പീറ്റേഴ്സിൻ്റെ ദേവാലയത്തിൻ്റെ ഇടതുവശത്തുള്ള വാതിൽ നമ്മളെ നോക്കി നിൽക്കുമ്പോൾ ഇടതുവശത്തുള്ള കവാടമാണ് പോർത്ത സാന്ത, അതായത് വിശുദ്ധ കവാടമായിട്ട് വേർതിരിച്ചിരിക്കുന്നത്. അതിലൂടെ കടക്കാനായിട്ട് ആയിരക്കണക്കിന് ആൾക്കാരാണ് അവിടേക്ക് കടന്നു വരിക. അവിടെ വിശ്വാസം
ആഘോഷിക്കുന്ന ഒരു ജനതയെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഈ കാലഘട്ടത്തിൽ വിശ്വാസം ഇല്ലെന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ, യൂറോപ്പിൽ വിശ്വാസം ക്ഷയിക്കുന്നു എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ ഓരോ ദിവസവും ആയിരക്കണക്കിന് പേര് ഈ നല്ല ചൂട്, അവിടെയാണ് വലിയ ചൂടാണിപ്പം, ഈ ചൂടിനെയൊക്കെ വകവയ്ക്കാതെ അവിടേക്ക് ഒഴുകിയെത്തുകയാണ്. അതുപോലെ പരിശുദ്ധ പിതാവിനെ കാണാനായിട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ എത്തുന്ന പ്രതിനിധികൾ, ഞാൻ അവിടെ എത്തുമ്പോൾ തന്നെ അവിടെ 4-5 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പരിശുദ്ധ പിതാവുമായിട്ട് അപ്പോയിൻമെൻ്റ് ഉണ്ട്. അപ്പം അത്രയും പ്രാധാന്യം ഈ കത്തോലിക്കാ സഭയുടെ തലവന് ഈ ലോകത്ത് ഇപ്പോഴും കിട്ടുന്നു എന്നുള്ളത് ദൈവികമായ ഒരു പദ്ധതിയായിട്ട് ഞാൻ കരുതുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ പ്രതിപുരുഷനാണല്ലോ പരിശുദ്ധ പിതാവ്, ക്രിസ്തുവിൻ്റെ വികാരിയാണ് അവിടുന്ന്. അപ്പോൾ അദ്ദേഹം ഇന്നും ദൈവത്തിൻ്റെ ആ ഒരു വലിയ കൃപയിൽ വലിയ ഒരു സ്വാധീനം ഈ സമൂഹത്തിൽ ചെലുത്തിക്കൊണ്ടിരിക്കുന്നു. ആ സ്വാധീനം ഉപയോഗിച്ചാണ് അദ്ദേഹം ഇപ്പോഴും സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൽ മധ്യസ്ഥത വഹിക്കാമെന്ന് പോലും വത്തിക്കാൻ അറിയിച്ചിട്ടുണ്ട്. പരിശുദ്ധ പിതാവ് അവരോട് പറഞ്ഞു, ഞാൻ സംസാരിക്കാൻ റെഡിയാണ്. അതുപോലെ വർദ്ധിച്ചു വരുന്ന യുദ്ധങ്ങളിൽ വളരെയേറെ പരിശുദ്ധ പിതാവ് അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും നിരപരാധികളുടെ നിഷ്കളങ്കരുടെ ജീവൻ ഇങ്ങനെ എടുക്കപ്പെടുന്നതിലുള്ള വലിയ പ്രതിഷേധവും ഖേദവും എല്ലാം അറിയിക്കുകയും യുദ്ധങ്ങൾ അവസാനിപ്പിക്കാനായിട്ട് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുകയും ആഹ്വാനം ചെയ്യുകയും അതിനായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയുമാണ്. നമുക്ക് പരിശുദ്ധ പിതാവിൻ്റെ കരങ്ങൾക്ക് ശക്തി പകരാം. നമുക്ക് നല്ലൊരു പാപ്പായെ ലഭിച്ചു. ഇന്ത്യയെ അറിയുന്ന പരിശുദ്ധ പിതാവ് അഗസ്റ്റീനിയൻ സഭയുടെ ജനറലായിരുന്നപ്പോൾ കേരളത്തിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. നമ്മുടെ ഒത്തിരി വൈദികരെ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് അറിയാം. അങ്ങനെ ഇന്ത്യയെ അറിയുന്ന, കേരളത്തെ അറിയുന്ന, നമ്മുടെ സഭയെ അറിയുന്ന പരിശുദ്ധ പിതാവ് നമുക്കെല്ലാവർക്കും ഒരു വലിയ അനുഗ്രഹമായിട്ട് മാറും. പരിശുദ്ധ പിതാവിൻ്റെ കരങ്ങൾക്ക് പ്രാർത്ഥനയിലൂടെ നമുക്ക് ശക്തി പകരാം.